ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 8-9 വചനങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. അത് നിൻ്റെ തലയെ അലങ്കാരമാല അണിയിക്കും. അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും എന്നുള്ള വചനമാണ്. ദൈവം മനുഷ്യന് നൽകുന്നതായ ജ്ഞാനം നാം പ്രാപിക്കുന്നുവെങ്കിൽ ആ ജ്ഞാനം നമ്മെ എവിടെ വരെ എത്തിക്കും എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഈ വചനത്തിലുള്ളത്. നമുക്ക് മാനവും അലങ്കാരമാലയും മഹത്വ കിരീടവുമൊക്കെയാക്കി തീർക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ദൈവം മനുഷ്യന് നൽകുന്ന ജ്ഞാനം എന്ന് വ്യക്തമാക്കപ്പെടുകയാണ്. രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൽ ലോകം കണ്ട ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനെ സംബന്ധിച്ച് പറയുന്നത്, ശലോമോൻ രാജാവിൻ്റെ അരികിൽ കടന്നു വന്നിരിക്കുന്നതായ 2 സ്ത്രീകൾ അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളുടെ മുൻപിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവം ശലോമോന് കൊടുത്തതായ ദിവ്യമായ ജ്ഞാനം നിമിത്തം ആ കാര്യത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു വാൾ കൊണ്ടുവരുവാൻ ശലോമോൻ തൻ്റെ ദാസനോട് ആവശ്യപ്പെടുകയും വാൾ കൊണ്ടുവന്നപ്പോൾ ജീവനോടെ ഇരിക്കുന്ന കുഞ്ഞിനെ പുലർന്ന് 2 സ്ത്രീകൾക്കും പാതി കൊടുക്കുക എന്ന് പറയുമ്പോൾ ശലോമോൻ രാജാവിനുള്ള വിശേഷമായ ജ്ഞാനം അവിടെ വ്യക്തമാകുകയും ന്യായത്തിൻ്റെ ഒരു തീർപ്പ് കൽപ്പിക്കുവാൻ ശലോമോൻ രാജാവിന് തനിക്ക് ദൈവം കൊടുത്ത ജ്ഞാനം നിമിത്തം കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. തൽഫലമായി ശലോമോൻ രാജാവിൻ്റെ കീർത്തി വർദ്ധിക്കുന്നതിനും തനിക്ക് നാം ഈ വാക്യത്തിൽ പറയുന്നത് പോലെ ഒരു മാനത്തിനും ഒരലങ്കാരത്തിനും ഒരു കിരീടത്തിനുമൊക്കെയുള്ള അവകാശം പ്രാപിക്കപ്പെടുന്നതിന് അത് കാരണമായി തീർന്നു എന്നുള്ളതാണ്. രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിൽ നാം വരുമ്പോഴും വളരെ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശേബ രാജ്ഞി തൻ്റെ രാജ്യത്തിരിക്കെ ശലോമോൻ രാജാവിനെക്കുറിച്ചുള്ളതായ കീർത്തി അവൾ കേട്ടിട്ട് അവനെ പരീക്ഷിക്കേണ്ടതിന് അവനെക്കുറിച്ച് കേട്ട കീർത്തി പോലെ അത് യാഥാർത്ഥ്യങ്ങളാണോ എന്ന് തിരിച്ചറിയേണ്ടതിന് അവൾ ശലോമോൻ്റെ രാജ്യത്തേക്ക് വരുന്നതായ ചരിത്രവും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. വന്ന് കേട്ടപ്പോൾ അല്ലെങ്കിൽ വന്ന് കണ്ടപ്പോൾ കേട്ടതിനേക്കാൾ അധികമായ മാനമാണ് ശേബരാജ്ഞി ശലോമോന് നൽകുവാൻ ഇടയായിത്തീർന്നത്. ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ എന്താണ് ആധികാരികമായി ഓർമ്മപ്പെടുത്തുന്നത്? ഒരു മനുഷ്യന് ദൈവം നൽകുന്ന ജ്ഞാനം, വിശേഷപ്പെട്ട ജ്ഞാനം, അത് അവനെ ഏറ്റവും ഉന്നതിയിലും ശ്രേഷ്ഠതയിലും അനുഗ്രഹീതമായ മണ്ഡലത്തിലും എത്തിക്കുന്നതാണ് എന്ന് വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആകയാൽ ദൈവത്തിങ്കിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് അതിനനുസൃതമായി ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായി നാം തീരുന്നുവെങ്കിൽ നാമും മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റവും മാനിക്കപ്പെടുന്നവരും ഉയർത്തപ്പെടുന്നവരും ശ്രേഷ്ഠന്മാരുമായി തീരത്തക്ക തലത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവിക ജ്ഞാനം പ്രാപിച്ച് ജീവിപ്പാൻ നമ്മെ സമർപ്പിക്കാം. അതിനെൻ്റെ കേൾവിക്കാരെ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ദിവ്യമായ ആ ദൈവിക ജ്ഞാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുകയും മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങൾ മാനമുള്ളവരും ഞങ്ങൾ മഹത്വ കിരീടമണിയുന്നവരുമായി തീരത്തക്ക തലത്തിൽ ഞങ്ങൾക്കായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.